സുൽത്താൻ ബത്തേരി MLA എവിടെയുണ്ടെന്ന് തനിക്കറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ തന്നെ MLAയെ കാണാനില്ലെന്നും എവിടെയാണെന്ന് അറിയില്ലെന്നും പറഞ്ഞതോടെ വലിയ പരിഭ്രാന്തി പരന്നിരിക്കുന്നു. അത് സ്വാഭാവികമാണ്. IC ബാലകൃഷ്ണൻ MLAയും വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചനും എവിടെയാണെന്ന് പാർട്ടിക്ക് അറിയില്ല എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയത്. 15-ാം തീയതി വരെ അറസ്റ്റ് ഉണ്ടാകില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് MLA മാറി നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ടില്ല. MLAയെ അറസ്റ്റ് ചെയ്യാനും എല്ലാ വൃത്തികെട്ട നീക്കവും നടത്താനും പിണറായി വിജയന്റെ പോലീസ് നിൽക്കും എന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് MLA മാറി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന കത്തിലെ ചില ഭാഗങ്ങളിൽ വ്യക്തത കുറവുണ്ടായിരുന്നുവെന്നും അതേക്കുറിച്ച് ചോദിച്ചിരുന്നുവെന്നും VD സതീശൻ വ്യക്തമാക്കുന്നു. കുടുംബത്തിന്റെ കൂടെ വന്നയാളാണ് BJP CPM സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞതെന്നും കുടുംബം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും VD സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ MV ഗോവിന്ദൻ എന്ന CPMന്റെ സെക്രട്ടറിയാണ് അവിടെ കുളം കലക്കാൻ പോയിരിക്കുന്നത്. ആ MV ഗോവിന്ദൻ ആദ്യം ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അതെല്ലാം ഏറ്റുപിടിക്കാൻ കോൺഗ്രസിനാകില്ല. CPMന്റെ സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. ശ്രീ വിജയന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട്. 50 വർഷക്കാലം കോൺഗ്രസിന് വേണ്ടി ജീവിച്ചു മരിച്ച ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് ഗോവിന്ദനും കൂട്ടരും ഓടിപ്പോയത് അദ്ദേഹത്തോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ടൊന്നുമല്ല, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ തന്നെയാണ്. ഗോവിന്ദൻ വീട്ടിൽ പോയി എരിതീയിൽ എണ്ണയൊഴിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തത്. NM വിജയൻ ജീവിച്ചെടുത്തോളം കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു. കൊലപാതകത്തിന് പിന്നിൽ കോൺഗ്രസിന്റെ ജില്ലാ സംസ്ഥാന നേതൃത്വമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മഹത്യയെ ഒരു കൊലപാതകമാക്കിയ അദ്ദേഹത്തിന് വയനാട്ടിൽ നിന്ന് തന്നെ പ്രസ്താവന ഇറക്കി. അതെല്ലാം ഒരു കൊലപാതകത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്ന് വയനാട്ടുകാർ ചിന്തിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ ADM നവീൻ ബാബു ആത്മഹത്യ ചെയ്തപ്പോൾ മാധ്യമങ്ങൾ ദിവസം മുഴുവനും ചർച്ച നടത്തിയെന്നും ആത്മഹത്യക്ക് പ്രേരണ നൽകിയത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ആണ് എന്നാരോപിച്ചായിരുന്നു ആ ചർച്ചയെന്നും അവിടെ ഓർത്തെടുക്കുകയാണ് MV ഗോവിന്ദൻ. ഉത്തരവാദപ്പെട്ട പാർട്ടി എന്ന നിലയിൽ ദിവ്യയെ നവീന്റെ സംസ്കാരത്തിന് മുൻപ് തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും രാജിവെപ്പിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി. നവീന്റെ കുടുംബത്തോടൊപ്പമാണ് പാർട്ടിയെന്നും ദിവ്യ നടത്തിയ പരാമർശങ്ങൾ തെറ്റാണെന്നും അവിടെ നിന്ന് ഗോവിന്ദൻ പറയുകയും ചെയ്തു. നമുക്കറിയാം, ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള തന്നെയാണ് ദിവ്യയെ ജയിലിൽ പോയി സ്വീകരിക്കാൻ എത്തിയത്. അവിടെ പ്രതിഭാഗത്ത് നിലയുറപ്പിച്ച CPM കോൺഗ്രസിനൊരു പ്രശ്നം വന്നപ്പോൾ ഇരട്ടത്താപ്പ് പറയുകയാണ്. ഏതായാലും MLA എന്ന പരിഗണന പോലും നൽകാതെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള നീക്കങ്ങളിലേക്ക് CPMന്റെ സർക്കാർ കടക്കുമെന്നുറപ്പായതോടെയാണ് MLA മാറി നിൽക്കുന്നത്. നമുക്കറിയാം, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽപ്പെട്ട പാവങ്ങൾ ആത്മഹത്യ ചെയ്യുമ്പോഴും CPMന്റെ MLAയും നേതാക്കളും അടക്കം പ്രതിപട്ടികയിൽപ്പെട്ടപ്പോഴും ഈ ജാഗ്രതയൊന്നും ഒരു ഗോവിന്ദനിലും കണ്ടിട്ടില്ല. ഇതിപ്പോൾ കോൺഗ്രസ് നേതാവിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അത് കുത്തിത്തിരിപ്പിനുള്ള വഴി തേടുകയാണ്. AC മൊയ്തീൻ MLAക്കെതിരായ എല്ലാ തെളിവുകൾ ഉണ്ടായിട്ടും അരവിന്ദാക്ഷനിൽ ഒതുക്കിയതല്ലാതെ കേസെടുക്കാനൊന്നും ഒരു സർക്കാരും തയ്യാറായിട്ടില്ല. അവിടെയാണ് MLA IC ബാലകൃഷ്ണൻ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് വ്യക്തമാകുന്നത്.